ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുവാൻ ഈ അവസരം ഒരുക്കിയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്സരിക്കാനെത്തിയ മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ സഹായിക്കണമേ. ഇതിൻ്റെ എല്ലാ സാങ്കേതികമായ ക്രമീകരണങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ഏറ്റവും അനുഗ്രഹപ്രദമായി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പൂർണ്ണമാക്കുവാനും അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് ഇത് സംപ്രേഷണം ചെയ്യുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും വാഴ്ത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും കർത്താവെ ഈ എളിയ ശുശ്രൂഷയെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേലെ കൊണ്ട് ശുശ്രൂഷയെ ബന്ധം കൊണ്ടും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപകൾക്ക് വരണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ മെഗാ ക്വിസ് കോമ്പറ്റീഷൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. താബോർ സ്റ്റേജ്. ഒരുപാട് എലിമിനേഷൻസ് കഴിഞ്ഞാണ് നാം ഒരു വിജയെ കണ്ടുപിടിക്കുവാനായിട്ട് ക്രിസ്ത്യൻ ക്രൗൺ ഒരാൾക്ക് ചൂടുവാനായിട്ടുള്ള മത്സരത്തിൽ മുൻപോട്ട് പോകുന്നത്. ക്രിസ്ത്യൻ ക്രൗൺ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അതിനിയും ബഹുദൂരം മുൻപോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു നിർണായകമായ സ്റ്റേജാണ് താബോർ സ്റ്റേജ് എന്നുള്ളത് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. താബോർ സ്റ്റേജിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മുൻ സ്റ്റേജുകളെ അപേക്ഷിച്ച് ചില്ലറ മാറ്റങ്ങൾ മാത്രമാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത്. മാർക്കുകളെല്ലാം പഴയ രീതിയിൽ തന്നെയാണ്. ആദ്യത്തെ 3 റൗണ്ടുകൾക്ക് 3 ചോദ്യം വീതമാണ്. ആളാം പ്രതി ഓരോ ചോദ്യം 5 മാർക്ക് വീതം. ശരിയായ മറുപടിക്ക് 5 മാർക്കായിരിക്കും. തെറ്റായ ഉത്തരങ്ങൾ നൽകുകയാണെങ്കിൽ -1 മാർക്ക്. ഉത്തരമൊന്നും നൽകുന്നില്ലെങ്കിൽ മാർക്കില്ല. ഇസ് ദാറ്റ് ക്ലിയർ? അങ്ങനെ നമുക്ക് 3 റൗണ്ട് ഉണ്ടാവും. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടായിരിക്കും. അത് ആരംഭിക്കുന്നത് മിസ്റ്റർ പോൾസണിൽ നിന്നായിരിക്കും. റൈറ്റ്? അങ്ങോട്ട്. രണ്ടാമത്തേത് ന്യൂ ടെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ആളാം പ്രതി ഓരോ ചോദ്യം ആരംഭിക്കുന്നത് ജീതു ജേറ്റിൽ നിന്നായിരിക്കും. റൈറ്റ്. മൂന്നാമത്തെ റൗണ്ട് ആരംഭിക്കുന്നത് അത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. വിജയ സൈമണിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. റൈറ്റ്? അതിനും 5 മാർക്കുള്ള ചോദ്യമാണ്. ആളാം പ്രതി ഓരോ ചോദ്യമുണ്ടാകും. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. നേരത്തെയുള്ള ബൈബിൾ ബമ്പർ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കുമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ബൈബിൾ ബമ്പർ റൗണ്ട് ഈ സ്റ്റേജിൽ, അതായത് താബോർ സ്റ്റേജിൽ ബൈബിൾ ബമ്പർ റൗണ്ടിന് 2 ചോദ്യങ്ങൾക്കും 5 മാർക്ക് വീതമായിരിക്കും. ഓൾറൈറ്റ്? അപ്പോൾ അത് ബസർ റൗണ്ടാണ്. ഓക്കെ. 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. അവസാനമായിരിക്കുന്നത് പ്രൈസ് റൗണ്ടാണ്. ദൈവത്തെ പാടി സ്തുതിക്കുന്ന റൗണ്ടാണ്. ഇവിടെ അത് മത്സരമാണ് എന്ന് പറയുമ്പോഴും ഒരു മത്സരത്തിൻ്റെ മുഖത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്രകാരം ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തക്കവണ്ണം ഒരു സാവകാശം തരുമ്പോൾ ആ ദൈവത്തെ പാടി സ്തുതിക്കുക എന്നുള്ളതാണ് പരമോന്നതമായ കാര്യം.
എന്നാൽ അപ്രകാരം സ്തുതിക്കുമ്പോൾ ഒരു മത്സരമെന്നുള്ള നിലയിൽ മാർക്കുകൾ നേടാൻ ഞാൻ നിർബന്ധിതനാണ് എന്ന് വിചാരിച്ച് ഭയങ്കര മാർക്കിൻ്റെ വ്യത്യാസത്തിലല്ല ഇതിനെ നിർണ്ണയിക്കുന്നത്. തന്നെയല്ല, യാതൊരു തരത്തിലും അത് നിങ്ങളുടേതായിട്ടുള്ള ഫൈനൽ മാർക്ക് നമ്മുടെ ടെസ്റ്റ് ബോഡി റൗണ്ട് പോലെ അത് ആവശ്യമാണ്. ദൈവത്തെ സ്തുതിക്കേണ്ടത്, എല്ലാവരും സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ നിർബന്ധമാണ്, നിബന്ധനയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാവകാശമാണ് എങ്ങനെയൊക്കെ ദൈവത്തെ പാടി സ്തുതിക്കുക, മാത്രത്തോളം പാടി സ്തുതിക്കുക എന്നുള്ളതാണ് അത് ദൈവമക്കളുടെ ചുമതല. അപ്പോൾ അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള റൗണ്ടാണ് പ്രൈസ് റൗണ്ട്. അതുകൊണ്ട് 5 മാർക്ക് വീതമാണ്. നിങ്ങൾക്ക് 5 മിനിറ്റ് വരെ പാടാനുള്ള സമയമുണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് കീർത്തനമായിട്ട് മാറും, പിന്നെ അത് പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് ധാരാളമായിട്ട് പാടാൻ സാധിക്കും. ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് വിചാരിച്ച് 1.5 വരെ പാടിയിട്ട് പാട്ടാന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് പാട്ട് പാടുകയാണെന്ന് പറഞ്ഞാൽ 4 വരെ ഇവിടെ വന്ന് അനക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് മാർക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യമുണ്ട്. കാരണം പാടുമ്പോൾ പാട്ടായിരിക്കണം. ആര് കേട്ടാലും എവിടെ കേട്ടാലും അത് പാട്ടായിട്ട് തോന്നണം. കാരണം ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവരിത് കേൾക്കുമ്പോൾ വിചാരിക്കരുത് ഇവന് പാട്ടിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടല്ലോ ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ തോന്നൽ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എന്നെക്കാളുപരി ആരെയാണ് കളിപ്പിക്കുന്നത്? ദൈവത്തെ കളിപ്പിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് പാടി സ്തുതിക്കുവാൻ കൊണ്ടുള്ളൊരു മുഖാന്തരമാണ്. അതാണ് പ്രൈസ് റൗണ്ട്. അപ്പോൾ ഈ 5 റൗണ്ട് മത്സരിച്ച് കഴിയുമ്പോഴും ഒരു വിജയിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ അവസാനമായിട്ട് ബൈബിൾ ബോംബ് പ്രയോഗിക്കും. അപ്പോൾ അതിലൂടെ വിജയം കണ്ടെത്താൻ തക്കവണ്ണം അതിൻ്റെ ആവശ്യം വരികയില്ല. അതിന് മുമ്പ് ഒരു വിജയം കണ്ടെത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട്സിൻ്റെ ഘടന ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. യെസ് മിസ്റ്റർ പോൾസ്. ഒന്നുമില്ല. ഒന്നും. യെസ് വിജയ സൈമൺ. ഒന്നുമില്ല. യെസ് ജീതു. ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. എല്ലാം മനസ്സിലായി? മനസ്സിലായി. ഓൾ റൈറ്റ്. സോ ഞാൻ സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഓൾറെഡി പരിചയമുണ്ട്. രാജി വർഗീസ് എൻ്റെ പ്രിയപത്നിയാണ്, എൻ്റെ കൂട്ടുവേലക്കാരിയാണ്. ഈ ശുശ്രൂഷയിൽ വിലയിനെ എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാജിയെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ടുള്ള മിസ് സുധാ ബിനോയാണ്, കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുകയാണ്. 10 പതിറ്റാണ്ടുകളായിട്ട് എന്നോടൊപ്പം അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ ഈ ശുശ്രൂഷയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വരാനും ഇപ്രകാരം സ്കോർ കീപ്പറായിട്ട് പ്രവർത്തിപ്പാൻ തക്കോണം സുധ കാണിച്ച് സന്മനസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിലേക്ക് കർത്താവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടൊരു ചുമതലയുണ്ട്. കാരണം പ്രേക്ഷകർ ഓരോ റൗണ്ട് കഴിയും മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ഒരേ പ്രേക്ഷകരല്ല ഇത് കാണുന്നു, പുതുതായിട്ടുള്ളവർ കാണും. 2 സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പുതിയ പ്രേക്ഷകർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും. അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ ഓരോരുത്തരും നൽകിക്കട്ടെ. എൻ്റെ പേര് പോൾസൺ PK. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുന്നംകുളത്ത് നിന്ന് കടന്നു വരുന്നു. ഞാനൊരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. IPC ഹെബ്രോൺ സഭയിൽ ആരാധിച്ചു വരുന്നു. ഞാൻ പല ക്വിസ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സമ്മാനം കിട്ടാറുമുണ്ട്. വെരി ഗുഡ്. വളരെ സന്തോഷം. വെൽക്കം മിസ്റ്റർ പോൾസൺ. യെസ് വിജയ സൈമൺ പറഞ്ഞത്. എൻ്റെ പേര് വിജയ സൈമൺ. ഞാൻ കവടിയാർ ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ പാസ്റ്ററാണ്, പാസ്റ്റർ സൈമൺ. 2 കുഞ്ഞുങ്ങളുണ്ട്, ഏഞ്ചൽ, ബ്ലെസൻ. താങ്ക് യു. യെസ് മിസ്റ്റർ ജീതു ജയൻ. എൻ്റെ പേര് ജിത്തു ജെ ജയൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്താണ് വരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും അമ്മയും ഞാനും അനിയനും ഉണ്ട്. ഞാനിപ്പോൾ +2 കഴിഞ്ഞു. +2 മുൻപ് നമ്മുടെ ബൈബിൾ ക്രൗൺ 2020 ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ടാണ് താങ്കൾ അന്ന് പങ്കെടുത്തത്. അതെ. പ്രത്യേക റിക്വസ്റ്റ് അനുസരിച്ച് എനിക്ക് പങ്കെടുക്കണമെന്നുള്ള നിർബന്ധത്തിൽ മാതാവിൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ ഒരു അവസരം നൽകുകയായിരുന്നു. ഇപ്പോഴും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും താങ്കൾ ഈ മത്സരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കൾക്ക് മത്സരിക്കാനുള്ളത് വളരെയധികം തഴക്കവും പഴക്കവും ഉള്ള മിസ്റ്റർ പോൾസണിനോടും അതോടൊപ്പം വിജയ സൈമനോടുമാണ്. അതിനെക്കുറിച്ചൊന്നും ഭയപ്പെട്ട കാര്യമില്ല. ഭയമില്ലല്ലോ. ഇല്ല. അപ്പം താങ്കൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് മത്സരം താങ്കൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. റൈറ്റ്, ദാറ്റ്സ് വെരി ഗുഡ്. So there we go. Everything is set. Everything is ready. So the first question, ആദ്യത്തെ ചോദ്യം കുന്നംകുളത്ത് നിന്ന് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മിസ്റ്റർ പോൾസണോടാണ്. റൈറ്റ്? ഓക്കെ. വളരെ ലളിതമായ ചോദ്യമാണ്. ഫറവോൻ ഇസ്രായേൽ മക്കളോട് കോപിച്ച് അവർ തന്നെ
വൈക്കോൽ ശേഖരിക്കുവാൻ കൽപ്പിച്ചത് എന്ത് നിർമ്മിക്കുവാനാണ്? ഇഷ്ടിക. വളരെ ശരിയായ മറുപടിയാണ്. ഇഷ്ടിക നിർമ്മിക്കുവാനാണ്. 5 marks ഫോർ മിസ്റ്റർ പോൾസൺ. അടുത്തതായിട്ട് വിജയ സൈമണാണ്. ഏത് പഴയ നിയമ പുസ്തകത്തിലാണ് യേശു 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്? അറിയാമേ പാസ് ചെയ്യാം. യെരൂശലേം. -1 mark for Vijaya Simon. Jitu Jain, next chance. Pass. Pass. Yes, Mr. Paulson, do you have any answer? സക്കരിയാവ്. സക്കറിയ പ്രവാചകനാണ്. ഉത്തരം വളരെ ശരിയാണ്. സോ 4 മാർക്ക്. ഓൾറൈറ്റ്, ഓക്കെ. യെശയ്യാവ് ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് യെശയ്യാവല്ല പ്രവചിച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. യെസ് മിസ്റ്റർ ജിതു, റെഡി? Ready. യു ആർ റെഡി, റൈറ്റ്. വിശുദ്ധ ബൈബിളിൽ എത്ര പ്രവാചകന്മാർ തങ്ങളുടെ ജീവനെ എടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവരാരെല്ലാമാണ്? Pass. യെസ് മിസ്റ്റർ പോൾസൺ. 2 പ്രവാചകന്മാർ. 2 പ്രവാചകന്മാരുണ്ട്. അവരാരെല്ലാമാണ്? രണ്ടാമത്തെ പ്രവാചകൻ. യോന, ഏലിയാവ്. ഉത്തരം വളരെ ശരിയാണ്. മിസ്റ്റർ പോൾസൺ ഗെറ്റ്സ് 4 marks. Right? That brings us to the close of the Old Testament round. പഴയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. Will you please announce the marks? Mr. Paulson 13, Mr. Paulson gets a very good lead of 13 marks. 13 മാർക്ക്. Mrs. Vijaya Simon -1, Vijaya Simon -1. Jitu Jain nil. Jitu Jain has yet to open the account. Nil. All right. അടുത്ത റൗണ്ട് ആരംഭിക്കുകയാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. ആദ്യത്തെ ചോദ്യം ജീതു ജയനോടാണ്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, അതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് ആരോട് എവിടെ വെച്ച് പറഞ്ഞു? 3 മറുപടികളാണ് എനിക്ക് ലഭിക്കേണ്ടത്. ആരോട് എവിടെ വെച്ച് പറഞ്ഞു? പത്രോസ്. പത്രോസ് ഒന്നാമത്തെ മറുപടി. യേശുവിനോട്. യേശുവിന് രണ്ടാമത്തെ ഉത്തരം. ഗലീല കടലിൽ വെച്ച്. ഗലീല കടലിൽ വെച്ച്, പടകിൽ വെച്ച് പറഞ്ഞു. ഓൾറൈറ്റ്, സോ 5 marks for Jitu Jain. റൈറ്റ്. അടുത്ത ചോദ്യം വിജയ സാർ, റെഡി? യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എപ്പോൾ? പാപിനിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം 1ാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും ആ സമയത്ത് എന്നിട്ട് കുനിഞ്ഞ് നിലത്ത് യേശു വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ഓൾറൈറ്റ്, ഉത്തരം ശരിയാണ്. വിജയ സൈമണ് 5 marks ലഭിക്കുന്നു. ഓൾറൈറ്റ്. അടുത്ത മിസ്റ്റർ പോൾസൺ പി കെയോടാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ. ജന്മന കുരുടനായിരുന്നവൻ്റെ കണ്ണിൽ യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി. അതിനുശേഷം ഏത് കുളത്തിൽ പോയി കഴുകാനാണ് പറഞ്ഞത്? ശീലോഹം കുളത്തിൽ. ശീലോഹാം കുളത്തിൽ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ശീലോഹാം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അയക്കപ്പെട്ടത്. Exactly the right answer. 5 marks for Mr. Paulson PK. That brings us to the close of the New Testament round. Ready? Sudha, will you please give the marks? Paulson 5, Paulson PK gets 5 marks. Vijaya Simon 5, Vijaya Simon gets 5 marks. Jitu Jain 5. Oh, all the 3 get 5 marks. It's all right. 3 പേർക്കും മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ആരംഭിക്കുന്നത് വിജയ സൈമണിൽ നിന്നാണ്. റൈറ്റ്?
എത്ര വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ പൂർത്തിയാക്കപ്പെട്ടത്? ഏകദേശം 1600 വർഷം. ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ടാണ്. ഉത്തരം വളരെ ശരിയാണ്. അതിനുണ്ട് 5 മാർക്ക് ലഭിക്കും. റൈറ്റ്. അടുത്തതായിട്ട് ജീതു ജയനോടാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ആദാമിൻ്റെയും ഹവ്വായുടെയും മൂന്നാമത്തെ പുത്രന്റെ പേരെന്താ? ഷേത്ത്. ശേത്ത്. ഉത്തരം ശരിയാണ്. Another 5 marks for ജീതു ജയൻ. മിസ്റ്റർ പോൾസ്, വിശുദ്ധ ബൈബിളിൽ എത്ര 4 അധ്യായ പുസ്തകങ്ങളുണ്ട്? ആറ്. വളരെ ശരിയാണ്. എന്തോ സംശയിച്ചേ? എണ്ണി നോക്കുമായിരുന്നു അല്ലയോ? വെരി ഗുഡ്. So you get 5 marks for that question. So that brings us to the end of Christian Focus Round. Christian Focus Round ഇവിടെ അവസാനിക്കുന്നു. Now will you please give me the score? Mr. Paulson, PK 5. Mr. Paulson, PK 5 marks. Vijaya Simon 5. Vijaya Simon gets 5 marks. Jitu Jain also 5. Jeetu Jain also 5. Tight competition ആണ്. All right. അടുത്തായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഉത്തരം എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും. പക്ഷേ എന്താ ആവശ്യം? ബസർ പ്രസ് ചെയ്യണം. ഓക്കെ, ആർ യു റെഡി? ഗുഡ്. സോ ഏത് മകളെയാണ് ദാവീദിന് ഭാര്യയായി നൽകാമെന്ന് ആദ്യം ശൗൽ വാഗ്ദത്തം ചെയ്തത്? അവിടെ കത്തി ഒരു പൊടി ഇടയ്ക്ക് പോയി. യെസ് മിസ്റ്റർ ജീതു. മീഖൾ. മീഖൾ. -1 മാർക്ക് ഫോർ ജീതു ജയൻ. വേറെ ആരെങ്കിലും പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ പ്രസ് ചെയ്യട്ടെ. യെസ് മിസ്റ്റർ പോൾസൺ. മൈഗ. മൈഗർ. അതൊരു പുതിയ പേരാണ്. -1 മാർക്ക് ഫോർ പോൾസൺ. സോറി, വിജയോട് ചോദിക്കേണ്ട കാര്യം. 2 അവസരം ലഭിച്ച് 2നും പ്രസ് ചെയ്തില്ല. ഓൾ റൈറ്റ്. സോ മിസ്റ്റർ പോൾസൺ ഗെറ്റ്സ് -1 മാർക്ക്. മിസ്റ്റർ ജീതു ജയൻ ഓൾസോ ഗെറ്റ്സ് -1 മാർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം. മേരബ് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. വിജയ് വായിച്ചിട്ടില്ലേ? ശൗലിന്റെ മൂത്ത മകളായിരുന്നു. മേഘൽ നമ്പർ 2 ആണ്. ഓൾറൈറ്റ്, ചെറിയൊരു വ്യത്യാസം. ഓൾറൈറ്റ്, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെഡി? മേരബിനെ മറ്റൊരുവന് ഭാര്യയായി കൊടുത്ത ശേഷം, അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞില്ലല്ലോ. ചോദിക്കാം, പ്രശ്നമില്ല. യു ആർ റൈറ്റ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തീർത്തില്ല. ആദ്യമേ പ്രസ് ചെയ്താൽ താങ്കൾ അതിന് ഉത്തരം ആദ്യമേ പറയണമെന്നുള്ളതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ഓൾറൈറ്റ്, അതുകൊണ്ട് ഒന്നുകൂടെ അത് ആവർത്തിക്കാം. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ലൈറ്റ് കത്തുമ്പോൾ ക്വസ്റ്റ്യൻ അവസാനിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യന് മറുപടി പറയണം. അത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ക്വസ്റ്റ്യൻ മറിക്കും ലൈറ്റ് കൂടുതൽ കണ്ടാൽ. മനസ്സിലായില്ലേ? ഓൾറൈറ്റ്. ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം പ്രമാണിച്ച് ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. ഓൾറൈറ്റ്, യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് നൗ. The second question. Ready? No? ഇപ്പോഴല്ല. ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ പ്രസ് ചെയ്താൽ മതി. എപ്പോഴും പ്രസ് ചെയ്യാം. ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ പ്രസ് ചെയ്യാം. ചോദ്യം ആരംഭിക്കട്ടെ. മേരബിനെ മറ്റൊരുവന് ഭാര്യയായി കൊടുത്ത ശേഷം വീണ്ടും ദാവീദിനോട് തൻ്റെ ഇളയ മകൾ മീഖളിനെ ഭാര്യയായി നൽകാമെന്ന് പറഞ്ഞു. അതിന് എന്ത് സ്ത്രീധനമാണ് ശൗൽ ചോദിച്ചത്? യെസ് മിസ്റ്റർ പോൾസൺ. 100 അഗ്രചർമ്മം. ഓ യെസ്, ഉത്തരം വളരെ ശരിയാണ്. 100 അഗ്രചർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമല്ല. ഞാൻ 2 മാർക്ക് ഞാൻ തരത്തുള്ളൂ. പൂർണ്ണമായ മറുപടിയാണ് എനിക്ക് വേണ്ടത്. മൈനസ് മാർക്ക് തരുന്നില്ല, പക്ഷെ പൂർണ്ണ മറുപടി അല്ലെന്ന് ഞാൻ പറയുന്നത്. ഫെലിസ്തീനയുടെ വേറെ കണ്ടവന്റെ 100 അഗ്രചർമ്മം അല്ല ശൗലിന് ആവശ്യം.
ശരിയാണോ? ഫിലിസ്തീയരുടെ 100 അഗ്രചർമ്മം, അതാണ് ഏറ്റവും അതിൻ്റെ കാതലായിട്ടുള്ള. ഓൾറൈറ്റ്, സോ മിസ്റ്റർ പോൾസൺ ഗെറ്റ്സ് 5 marks. അതോടെ ബൈബിൾ ബമ്പർ റൗണ്ട് അവസാനിക്കുകയാണ്. Will you please give me the scorecard, Mrs. Sudha? Paulson PK 4, Mr. Paulson PK 4, Vijay Simon nil, Mrs. Vijaya Simon nil, Jittu Jayan -1. Jitu Jain -1. അടുത്തത് പ്രൈസ് റൗണ്ടാണ്. പാട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം 5 minutes ആകണം, മിനിമം അറ്റ്ലീസ്റ്റ് 3 marks. ഓൾറൈറ്റ്, ഞാൻ തന്നെ ഒരു പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയ 360 പാട്ടുള്ള പുസ്തകമാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഇതിൽ നിന്നുള്ള പാട്ടല്ല പ്രതീക്ഷിക്കുന്നത്, കാരണം നിങ്ങൾക്ക് എൻ്റെ പാട്ടുകൾ അറിഞ്ഞുകൊണ്ടല്ലോ, ശുശ്രൂഷയുടെ ബന്ധവുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് മിസ്റ്റർ പോൾസൺ PK പ്രൈസ് റൗണ്ടിലേക്ക് ക്ഷണിക്കുന്നു. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നിങ്ങു കാത്തിരിപ്പൂ, എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നിങ്ങു കാത്തിരിപ്പൂ, ഇത്ര നാളായും ഈ ലോകം തരാത്താത്മശക്തി അയക്കേണമേ, ഇത്ര നാളായും ഈ ലോകം തരാത്താത്മശക്തി അയക്കേണമേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മ പകരുവോളം, എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മ പകരുവോളം, അന്നു വനാന്തരം ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും, അന്നു വനാന്തരം ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, അന്ധകാരം ഭൂമിയെ മൂടുന്നേ, അന്ത്യലക്ഷ്യങ്ങളും കാണുന്നില്ലേ, അന്ധകാരം ഭൂമിയെ മൂടുന്നേ, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ, എന്തിനീ ആലസ്യം നാം ഒന്നുണരുക കാന്തനെ കാൺമതിനാ, എന്തിനീ ആലസ്യം നാം ഒന്നുണരുക കാന്തനെ കാൺമതിനാ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. താങ്ക് യു മിസ്റ്റർ പോൾസ്. അടുത്തത് വിജയ സൈമനാണ്.
Praise Lord. യേശു നല്ല സ്നേഹിതൻ ഏകൻ, എന്നെ കാണുന്നോൻ സ്വന്തമായി, തന്നെയും എൻ പേർക്കായി തന്നവൻ, ഘോരമാം ക്രൂശതിൽ യേശു നല്ല സ്നേഹിതൻ, എൻ്റെ പാപക്കടങ്ങൾ ചുമലിൽ, എൻ ഭാരങ്ങൾ മുൾമുടിയിൽ, എൻ്റെ പാപക്കടങ്ങൾ ചുമലിൽ, എൻ ഭാരങ്ങൾ മുൾമുടിയിൽ, പഞ്ചമുറിവുകൾ എൻ തെറ്റിനാൽ, പങ്കപ്പാടുകൾ എൻ പേർക്കായി, പഞ്ചമുറിവുകൾ എൻ തെറ്റിനാൽ, പങ്കപ്പാടുകൾ എൻ പേർക്കായി, യേശു നല്ല സ്നേഹിതൻ ഏകൻ, എന്നെ കാണുന്നോൻ സ്വന്തമായി, തന്നെയും എൻ പേർക്കായി തന്നവൻ, ഘോരമാം ക്രൂശതിൽ യേശു നല്ല സ്നേഹിതൻ, എന്നെ സമ്പന്നനാക്കാനേശു ദരിദ്രൻ്റെ കോലം പൂണ്ടു, എന്നെ സമ്പന്നനാക്കാൻ യേശു ദരിദ്രൻ്റെ കോലം പൂണ്ടു, തല ചായ്ക്കാൻ സ്ഥലമില്ലാഞ്ഞവൻ സ്ഥലമൊരുക്കാൻ എനിക്കു മുൻപോയി, തല ചായ്ക്കാൻ സ്ഥലമില്ലാഞ്ഞവൻ സ്ഥലമൊരുക്കാൻ എനിക്കു മുൻപോയി, യേശു നല്ല സ്നേഹിതൻ ഏകൻ, എന്നെ കാണുന്നോൻ സ്വന്തമായി, തന്നെയും എൻ പേർക്കായി തന്നവൻ, ഘോരമാം ക്രൂശതിൽ യേശു നല്ല സ്നേഹിതൻ. താങ്ക് യു വിജയ. അടുത്തതായിട്ട് ജിതു ജയൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും.
ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങളാകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങളാകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. താങ്ക് യു മിസ്റ്റർ ജിത്തു. മാർക്സ് അനൗൺസ് ചെയ്യാണ്. മിസ്റ്റർ പോൾസൺ PK ഗെറ്റ്സ് 4.5 മാർക്സ്. 4.5 മാർക്കാണ്. മനോഹരമായിട്ട് താങ്കൾ ആ പാട്ട് പാടി. അടുത്തത് വിജയ സൈമൺ, 4 മാർക്കാണ്. നന്നായിട്ട് പാടി. ഓൾറൈറ്റ്. ജിത്തു ജയൻ ചില പിച്ചൊക്കെ പോയി, കുറച്ചുകൂടെ മനോഹരമായിട്ട് അത് പാടാമായിരുന്നു. ലാസ്റ്റ് സ്റ്റാൻസിൽ ലാസ്റ്റ് ലൈൻസ് കുറച്ചുകൂടെ ഹൈപ്പിച്ചിലാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അവസാനത്തെ ആ സ്റ്റാൻസ് ഒന്ന് പാടാം. ലോകമേതും യോഗ്യം എനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. ഓക്കെ, 3.5 മാർക്ക് ജിത്തു ജയൻ ലഭിക്കുന്നു. ഞാൻ ഈ പാട്ട് പാടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. പ്ലീസ് ഷെയർ. പാസ്റ്റർ ഭക്തവത്സലിന്റെ പാട്ടാണ് ഇത്. ഭക്തവത്സലം, പറഞ്ഞാട്ടെ. പുള്ളിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട് പരിശുദ്ധൻ മഹോന്നത ദേവൻ. അതെ, ആ പാട്ടാണ് ഏറ്റവും മനോഹരമായ പാട്ട്, ഫേമസ് ആയിട്ടുള്ള പാട്ട്. അപ്പൊ ഭക്തവത്സലിന് എന്റെ വീടിന്റെ അടുത്താണ് ഭക്തവത്സലിന് താമസിക്കുന്നത്. അതെയോ? ഓക്കെ. ചെറുപ്പകാലങ്ങളിലും എന്റെ വീടിന്റെ അടുത്തായിരുന്നു ഭക്തവത്സൻ താമസിച്ചിരുന്നത്. മരിച്ചുപോയി. 2 മാസം മുന്നെയാണ് മരിച്ചത്. മെയ് മാസത്തിലാണ് മരിച്ചത്. അപ്പോൾ ആ പാട്ട്, ആ ഭക്തവത്സലിന്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്തത്. വളരെ സന്തോഷം. മനോഹരമായ പാട്ടാണ്. ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഗാനമാണത്. നമുക്കെല്ലാം സുപരിചിതനാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ഭക്തവത്സലം പരിചിതനല്ല. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും എനിക്ക് ചില പാട്ടുകൾ, ചില പ്രസംഗത്തിന്റെ വിഷയങ്ങൾ പുള്ളി എഴുതി തരാറുണ്ട്. ഉണ്ടായിരുന്നല്ലേ? കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാം ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ പാട്ടുകളാണ്. പുള്ളിയുടെ പിന്നെ ഒരു പാട്ടുണ്ട്, പാടുവാൻ എനിക്കില്ല ശബ്ദം പാവനനെ. അതിനൊന്ന് പറയാം, ഒരു 8 ലൈൻസ് പാടാമോ? പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. Right. So Paulson gets 1 bonus mark for that. 1 mark. Right? ഒരു ലൈനോടെ പാടി ഞാൻ 2 തരുമായിരുന്നു. Right. So there we come to the end of the praise round. Praise round ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ബൈബിൾ ബോംബ് എടുക്കണമോ?
വേണ്ട വേണ്ട വേണ്ട. അപ്പം ബൈബിൾ ബോംബ് പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ബൈബിൾ ബോംബ് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. പോൾസനൊക്കെ വന്നപ്പോൾ ഞാൻ സൂക്ഷിക്കണം. റൈറ്റ്, ഓക്കെ. സോ ഐ എം ജസ്റ്റ് പുട്ടിംഗ് ബാക്ക് ദ ബൈബിൾ ബോംബ്. So will you please announce the winners? Mr. Raji. First prize goes to Mr. Paulson PK, 32.5 marks. So Mr. Paulson gets 32.5 marks, first prize. Right. Mrs. Vijaya Simon, 13. Mrs. Vijaya Simon gets 13 marks. Jittu Jain, 12.5. Jittu Jain gets 12.5 marks. All right. Very good. Now it's the prize distribution. നമ്മുടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ വന്ന് പങ്കെടുത്ത നിങ്ങളെ അഭിനന്ദിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് കൂടുതൽ പ്രശോഭിക്കുവാനും ദൈവവചനത്തിൻ്റെ മഹത്വത്തിനും മഹിമയ്ക്കുമായിട്ട് പ്രവർത്തിപ്പാനും ഇത് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. നന്ദി, നമസ്കാരം.